ബജറ്റിൽ ഭാവി കേരളത്തിനായുള്ള ബ്ലൂ പ്രിന്റില്ല. പഴയ പദ്ധതികളുടെ പേര് മാറ്റിയുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാന ബജറ്റിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരിപ്പോൾ കൂടുതൽ ശക്തമാകുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഭാവി കേരളത്തിനായുള്ള വ്യക്തമായ വികസന കാഴ്ചപ്പാടോ ബ്ലൂ പ്രിന്റോ ബജറ്റിൽ ഇല്ല എന്നതായിരുന്നു പിണറായി വിജയന്റെ പ്രധാന വിമർശനം. യു.ഡി.എഫ് സർക്കാർ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും എൽ.ഡി.എഫ് സർക്കാർ നടപ്പാക്കിയ നിരവധി പദ്ധതികൾക്ക് പുതിയ പേര് നൽകുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന ആരോപണമാണ് പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. ബജറ്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ വികസന മേഖലകളെ അവഗണിച്ചുവെന്നും ജനങ്ങളുടെ പ്രതീക്ഷയിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന വികസനത്തിനും ആവശ്യമായ പ്രാധാന്യം നൽകിയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. വി.ഡി. സതീശൻ സർക്കാർ അവിടെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അത് നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ ആ പദ്ധതികളെ എങ്ങനെ തടയിടാം അല്ലെങ്കിൽ അതിനെങ്ങനെ ഒരു ഇടങ്കോലിടാം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്നും നടത്തുന്ന ശ്രമങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അതിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 10 വർഷക്കാലം കേരളത്തെ പിന്നോട്ടടിച്ച പിണറായി ഭരണത്തിൽ മടുത്തുകൊണ്ടായിരുന്നു ജനമാകട്ടെ അവിടെ മാറി ചിന്തിച്ചത്. മാത്രമല്ല അവിടെ നിന്നും തങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് ജനം ചിന്തിക്കുകയും അവിടെ മറ്റൊരു സർക്കാർ അധികാരം ഏറ്റുകൊണ്ട് പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ എന്താണ് ഇത്തരത്തിൽ അതിനെ തടയിടാൻ ശ്രമിക്കുന്നതെന്ന ചോദ്യം പോലും ഇവിടെ ഉയർന്നു കേൾക്കുകയാണ്. ഇതിന്റെ എല്ലാം പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ തന്നെ ഇത് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം എൽ.ഡി.എഫ് സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ട്രഷറിയിൽ 6300 കോടിയിലധികം രൂപ ശേഷിച്ചിട്ടുണ്ട് എന്നതായിരുന്നു പിണറായി വിജയൻ അവിടെ വ്യക്തമാക്കിയത്. ആ തുക ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ക്ഷേമ നടപടികൾ പ്രഖ്യാപിക്കാമായിരുന്നുവെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സർക്കാർ അവതരിപ്പിക്കുന്നത് പോലെ തന്നെ അത്ര മോശമല്ലായിരുന്നുവെന്നും എന്നിട്ടും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും വികസന പദ്ധതികളിൽ നിന്നും എല്ലാം തന്നെ സർക്കാർ പിന്മാറുകയാണ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആരോപണമായി ഉന്നയിക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും പുതിയ ആശയങ്ങളല്ല എന്നും മുൻ സർക്കാരിന്റെ പദ്ധതികളുടെ തുടർച്ച മാത്രമാണ് ഇതെന്ന അഭിപ്രായം പോലും പങ്കുവച്ചിട്ടുണ്ട്. ഇതിനിടെ തന്നെ ബജറ്റിനെ പിന്തുണച്ച് ഭരണപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക അച്ചടക്കത്തിനും ദീർഘകാല വികസനത്തിനുമായാണ് ബജറ്റിൽ മുൻഗണന നൽകിയതെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുത്തതെന്നതായിരുന്നു സർക്കാർ വൃത്തങ്ങൾ ഇവിടെ വിശദീകരണം നൽകിയത്. അതേപോലെ തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഇവിടെ കൂടുതൽ ശക്തമാകുന്നതായി തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അതേസമയം അടുത്ത ദിവസങ്ങളിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും തന്നെ ബജറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാകാനും സാധ്യതകളേറെയാണ്. അതേസമയം കേരളം സാമ്പത്തികമായി തന്നെ അപകടാവസ്ഥയിലാണ് എന്ന സന്ദേശമാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമുണ്ടായ നയപ്രഖ്യാപനവും ധവളപത്രവും നൽകിയിരിക്കുന്നതെന്നും അതേ സന്ദേശമാണ് ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ബജറ്റിലെ ആകെ വിലയിരുത്തൽ പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടത്തിലല്ല എന്ന് തിരിച്ചറിയാനാകുമെന്നും 2000 കോടിയുടെ വകയിരുത്തലാണ് ബജറ്റിലേക്കുള്ളത്. കേരളത്തിലെ വലിയ സാമ്പത്തിക അപകട അവസ്ഥയുണ്ട് എന്ന ആക്ഷേപത്തെ നിരാകരിക്കുന്നത് മാത്രമല്ല അതൊരു രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണ് എന്ന് സ്ഥാപിക്കുക കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നതാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. പല കാര്യങ്ങളിലും നേരത്തെയുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചെന്നും ആസിയാൻ കരാറിന്റെ തുടർഫലമായി തന്നെ കാർഷിക മേഖല വലിയ ആഘാതമാണ് നേരിടുന്നത്. കഴിഞ്ഞ ബജറ്റിലൂടെ തന്നെ എൽ.ഡി.എഫ് സർക്കാർ ആശ്വാസ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ റബ്ബർ, നാളികേരം, നെല്ല് തുടങ്ങിയ കാർഷിക മേഖലകളിൽ ഒരു ആശ്വാസ നടപടി പോലും ഈ ബജറ്റിൽ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നും ഇത് കാർഷിക മേഖലയെ ഒട്ടാകെ തന്നെ അല്ലെങ്കിൽ അവരെ ഏറെക്കുറെ തന്നെ ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നതാണ്. കേന്ദ്രത്തിന്റെ ആ ഒരു നയ നിലപാടുകൾ കൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടാകുന്ന ധനനഷ്ടം ഈ ബജറ്റ് കൃത്യമായി തന്നെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന കണ്ടെത്തൽ കൂടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.